വളരെ ആസൂത്രിതമായാണ് യാസിർ കൊലപാതകം നടത്തിയത്. കൊല നടത്താനായി പുതിയ കത്തി തന്നെ വാങ്ങി. ആ കത്തിയുമായാണ് വൈകിട്ടോടെ മാരുതി ആൾട്ടോ കാറിൽ ഭാര്യ ഷിബില താമസിക്കുന്ന ഈങ്ങാപ്പുഴ കക്കാട്ടെ വീട്ടിലേക്ക് എത്തിയത്. നോമ്പ് തുറക്കുകയായിരുന്ന ഷിബിലയെ കത്തി കൊണ്ട് കുത്തിവീഴ്ത്തി. വീണതിനു ശേഷവും പലതവണ കുത്തി പരിക്കേൽപ്പിച്ചു. തടയാനെത്തിയ ഷിബിലയുടെ മാതാവ് ഹസീനയും പിതാവ് അബ്ദുറഹ്മാന് നേരെയും ആക്രമണമുണ്ടായി. ഓടിയെത്തിയ അയൽവാസി നാസറിന് നേരെയും യാസിർ അക്രമത്തിന് ശ്രമിച്ചു. മകള് ഷിബില എന്ന് പറഞ്ഞ വ്യക്തി അവിടെ കത്തിയോണ്ട് വീണ് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ കുഞ്ഞി എന്ന് പറഞ്ഞ വ്യക്തി അവളെ ഉപ്പൻ്റെ മേലെ ചോരയൊക്കെ ബ്ലഡൊക്കെ വന്നിട്ട് ഒരവസ്ഥയിലായിരുന്നു. ഞാൻ എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് വിഷയം ചെയ്തു. അപ്പോൾ പുള്ളി വണ്ടി എടുത്ത് പോകാൻ നോക്കിയപ്പോൾ ഈ സൈക്കിൾ എടുത്ത് ഡോറിന്റെ മുകളിലേക്ക് എറിയുകയും ചെയ്തു. യാസിറും ഷിബിലയും 4 വർഷം മുൻപ് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ഇതിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട്. 2 ദിവസം മുൻപായിരുന്നു കുഞ്ഞിന്റെ ജന്മദിനം. പക്ഷേ ലഹരിയുടെ കെട്ടബോധം കാരണം നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ യാസിറിന് സാധിച്ചില്ല. ലഹരി വിൽപ്പനയും ലഹരിക്ക് പുറത്ത് നിരന്തരം വഴക്കുണ്ടാക്കുന്നതും പതിവായിരുന്നു. ലഹരിയിൽ സ്വന്തം മാതാവിനെ വെട്ടിക്കൊന്ന ആഷിഖിന്റെ സുഹൃത്താണ് തന്റെ ഭർത്താവെന്നറിഞ്ഞതോടെ നിയമപരമായി ബന്ധം വേർപിരിയണമെന്നാവശ്യപ്പെട്ടിരുന്നു ഭാര്യ ഷിബില. എന്നാൽ നിരന്തരമായ ഭീഷണിയായിരുന്നു യാസിറിൽ നിന്ന് ഷിബിലയ്ക്ക് നേരിടേണ്ടി വന്നത്. കഴിഞ്ഞ മാസം 28-ന് താമരശ്ശേരി പോലീസിൽ യാസിറിനെതിരെ പരാതിയും നൽകിയിരുന്നു. ചെറുപ്പം മുതലേ തന്നെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള റാക്കറ്റിലാണുള്ളത്. അവരുമായിട്ട് കമ്പനി കൂടിയാണ് നടക്കൽ. ജോലിക്ക് പോയാൽ കിട്ടുന്നതെല്ലാം തന്നെ അവന് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കൽ. ഭാര്യയുടെയും 3 വയസ്സുള്ള കുഞ്ഞിൻ്റെയും വസ്ത്രങ്ങൾ യാസിർ കൂട്ടിയിട്ട് കത്തിച്ചത് അത്രയും ദേഷ്യത്തിൻ്റെ പുറത്താണ്. എന്നാൽ ഇന്നലെ നടത്തിയ വൈദ്യ പരിശോധനയിൽ പുറത്തുവന്ന വിവരമനുസരിച്ച് ലഹരിയുടെ ആസക്തിയിലല്ല യാസിർ കൊലപാതകം നടത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകം വിരൽ ചൂണ്ടുന്നത് ആസൂത്രിതമായ കൊലപാതകം എന്ന രീതിയിലേക്കാണ്. വ്യാസ് പി രാമനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.